ഓം ശാന്തി 19/4/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുന്നു. മുഴുവൻ ലോകത്തിന്റെയും നിലവിളി ഇല്ലാതാക്കി ജയ ജയ ആരവം മുഴക്കാൻ. ഈ പഴയ ലോകത്തിലുള്ളത് നിലവിളിയാണ്, പുതിയ ലോകത്തിലുള്ളത് ജയ ജയ ആരവമാണ്. ചോദ്യം: അങ്ങനെയുള്ള ഏത് ഈശ്വരീയ നിയമമാണുള്ളത്? അതനുസരിച്ച് ദരിദ്രർ തന്നെയാണ് ബാബയുടെ പൂർണമായ സമ്പത്തെടുക്കുന്നത്, ധനവാന് എടുക്കാൻ സാധിക്കില്ല. ഉത്തരം: ഈശ്വരീയ നിയമമാണ് പൂർണമായും യാചകനാകൂ. എന്തെല്ലാമുണ്ടോ അതിനെ മറക്കൂ. അതുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾ സഹജമായി തന്നെ മറക്കുന്നു. എന്നാൽ ധനവാൻ ആരാണോ സ്വയം സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കുന്നത്, അവരുടെ ബുദ്ധിയിൽ നിന്ന് ഒന്നും മറന്നു പോകുന്നില്ല. അതുകൊണ്ടവർക്ക് ധനം, സമ്പത്ത്, മിത്രം, സംബന്ധി തുടങ്ങിയത് ഓർമ്മ വരുന്നു. അവർക്ക് സത്യമായ യോഗിയാകാനേ സാധിക്കില്ല. അവർക്ക് സ്വർഗത്തിൽ ഉയർന്ന പദവി ലഭിക്കുക സാധ്യമല്ല. ഓം ശാന്തി. മധുരമധുരമായ നിശ്ചയബുദ്ധി കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിയാം. അവർക്ക് പക്കാ നിശ്ചയമുണ്ട്. അതായത് ബാബ വന്നിരിക്കുന്നു മുഴുവൻ ലോകത്തെയും കലഹരഹിതമാക്കാൻ. ആരാണോ ബുദ്ധിയുള്ള വിവേകശാലി കുട്ടികൾ, അവർക്കറിയാം ഈ ശരീരത്തിൽ ബാബ വന്നിരിക്കുകയാണ്. ശിവബാബ എന്ന പേരുമുണ്ട്. എന്തിനാണ് വന്നിരിക്കുന്നത്? നിലവിളി ഇല്ലാതാക്കി ജയ ജയ ആരവം ചെയ്യിക്കുന്നതിന്. മൃത്യു ലോകത്തിൽ എത്ര വഴക്കും ലഹളകളുമാണ്. എല്ലാവർക്കും കണക്ക് തീർത്തു പോകണം. അമരലോകത്തിൽ വഴക്കിന്റെ കാര്യമില്ല. ഇവിടെ എത്ര ബഹളങ്ങളും നിലവിളികളുമാണ്. എത്ര കോടതികളും ജഡ്ജിമാരും തുടങ്ങിയവരുമാണ് ഉള്ളത്. ആധിക്യം സംഭവിച്ചിരിക്കുന്നു. വിദേശങ്ങളിലും നോക്കൂ, നിലവിളികളാണ്. മുഴുവൻ ലോകത്തിലും പ്രശ്നങ്ങൾ വളരെയാണ്. ഇതിനെയാണ് പറയുന്നത് പഴയ തമോ പ്രധാന ലോകം. മാലിന്യം തന്നെ മാലിന്യമാണ്, കാട് തന്നെ കാടാണ്. പരിധിയില്ലാത്ത ബാബ ഇതെല്ലാം ഇല്ലാതാക്കാനായി വന്നിരിക്കുന്നു. ഇപ്പോൾ കുട്ടികൾ വളരെ ബുദ്ധിയുള്ളവരും വിവേകശാലികളുമാകണം. അഥവാ കുട്ടികളും വഴക്കും ലഹളയും നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ബാബയുടെ സഹായിയാകും? ബാബയ്ക്കാണെങ്കിൽ ധാരാളം സഹായി കുട്ടികളെ വേണം. ബുദ്ധിയുള്ള വിവേകശാലികൾ. അവരിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത്. ഇതും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് പഴയ ലോകമാണ്. അനേക ധർമ്മങ്ങളുണ്ട്. തമോ പ്രധാന വികാരി ലോകമാണ്. മുഴുവൻ ലോകവും പതീതമാണ്. പഴയ പതീത ലോകത്തിൽ കലഹം തന്നെ കലഹമാണ്. ഇതെല്ലാത്തിനെയും ഇല്ലാതാക്കാൻ ജയ ജയ ആരവം മുഴക്കാനാണ് ബാബ വരുന്നത്. ഓരോരുത്തർക്കും അറിയാം ഈ ലോകത്തിൽ എത്ര ദുഃഖവും അശാന്തിയും ഉണ്ടെന്ന്. അതുകൊണ്ടാണ് വിശ്വത്തിൽ ശാന്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മുഴുവൻ വിശ്വത്തിലും ശാന്തി അത് ഒരു മനുഷ്യനെങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കും? പരിധിയില്ലാത്ത പിതാവിനെ കല്ലിലും മുള്ളിലും കൊണ്ടിട്ടിരിക്കുന്നു. ഇതും കളിയാണ്. അതുകൊണ്ട് ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, ഇപ്പോൾ ഉണരൂ, ബാബയുടെ സഹായി ആകൂ. ബാബയിൽ നിന്ന് തന്റെ രാജ്യഭാഗ്യം നേടണം. കുറഞ്ഞതല്ല, അളവറ്റ സുഖമുണ്ട്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഡ്രാമ അനുസരിച്ച് നിങ്ങളെ പദമാപദം ഭാഗ്യശാലിയാക്കാൻ വന്നിരിക്കുന്നു. ഭാരതത്തിൽ ലക്ഷ്മി നാരായണൻ രാജ്യം ഭരിച്ചിരുന്നു. ഭാരതം സ്വർഗമായിരുന്നു. സ്വർഗത്തെ തന്നെയാണ് പറയുന്നത് ലോകത്തിന്റെ അത്ഭുതമെന്ന്. ത്രേതായെപ്പറ്റി പറയില്ല. ഇങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് വരാൻ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യണം. ഏറ്റവും ആദ്യം വരണം.
കുട്ടികൾ ആഗ്രഹിക്കുന്നുമുണ്ട്, ഞങ്ങൾ സ്വർഗത്തിലേക്ക് വരും, ലക്ഷ്മി അല്ലെങ്കിൽ നാരായണനാകും. ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ വളരെ നിലവിളി ഉണ്ടാകണം. രക്തത്തിന്റെ നദികൾ ഒഴുകണം. രക്തത്തിന്റെ നദികൾക്ക് ശേഷം പിന്നീടുണ്ടാകുന്നത് നെയ്യിന്റെ നദികളാണ്. അതിനെ പറയുന്നത് ക്ഷീരസാഗരമെന്നാണ്. ഇവിടെയും വലിയ തടാകങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഏതെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ അതിൽ പോയി പാലൊഴിക്കുന്നു. പിന്നീട് അതിൽ കുളിക്കുകയും ചെയ്യുന്നു. ശിവലിംഗത്തിലും പാൽ അർപ്പിക്കാറുണ്ട്. സത്യയുഗത്തിന്റെയും ഒരു മഹിമയാണ് അവിടെ പാലിന്റെയും നെയ്യിന്റെയും നദികൾ ഉണ്ട് എന്ന്. ഇങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളാകുന്നു. മുഴുവൻ പ്രകൃതിയും നിങ്ങളുടെ ദാസി ആകുന്നു. അവിടെ ഒരിക്കലും നിയമം തെറ്റിയുള്ള മഴയുണ്ടാകില്ല, നദികൾ കരകവിയില്ല, ഒരു ഉപദ്രവവും ഉണ്ടാകില്ല. ഇവിടെ നോക്കൂ, എത്ര ഉപദ്രവമാണ്. അവിടെ പക്ക ആയ വൈഷ്ണവരാണ് കഴിയുന്നത്, വികാരി വൈഷ്ണവരല്ല. ഇവിടെയാണെങ്കിൽ ആരെങ്കിലും സസ്യാഹാരി ആയാൽ അവരെയും വൈഷ്ണവനെന്ന് പറയുന്നു. എന്നാൽ അല്ല, വികാരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ദുഃഖം നൽകുന്നു. ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെയും മഹിമയുണ്ട്. ഗ്രാമത്തിലെ പയ്യൻ കൃഷ്ണൻ ഗ്രാമത്തിലേതൊന്നുമല്ല. കൃഷ്ണൻ വൈകുണ്ഠത്തിന്റെ അധികാരിയാണ്. പിന്നീട് 84 ജന്മങ്ങൾ എടുക്കുന്നു. ഇതും ഇപ്പോൾ നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ ഭക്തിയിൽ എത്രയാണ് വഞ്ചിക്കപ്പെട്ടത്, ധനം പാഴാക്കിയത്. ബാബ ചോദിക്കുന്നു, നിങ്ങൾക്കിത്രയും ധനം നൽകി, രാജ്യഭാഗ്യം നൽകി, എല്ലാം എവിടെ പോയി? നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു? ബാബ ഡ്രാമയെ അറിയുന്നുണ്ട്. പുതിയ ലോകത്തിൽ നിന്ന് പഴയ ലോകം, പഴയ ലോകത്തിൽ നിന്നും പുതിയതാകുന്നു. ഇത് ചക്രമാണ്. എന്തെല്ലാമാണോ കടന്നുപോയത് അത് വീണ്ടും ആവർത്തിക്കും. ബാബ പറയുന്നു, ഇപ്പോൾ കുറച്ചു സമയമുണ്ട്. പുരുഷാർത്ഥം ചെയ്ത് ഭാവിയിലേക്ക് വേണ്ടി ശേഖരിക്കൂ. പഴയ ലോകത്തിലെ എല്ലാം തന്നെ മണ്ണിൽ ചേരണം. ധനവാന്മാർ ഈ ജ്ഞാനം എടുക്കില്ല. ബാബ ദരിദ്രരിൽ വസിക്കുന്നവനാണ്. ദരിദ്രർ അവിടെ ധനവാനാകുന്നു. ധനവാന്മാർ അവിടെ ദരിദ്രരാകുന്നു. ഇപ്പോഴാണെങ്കിൽ കോടിപതികൾ ധാരാളമുണ്ട്. അവർ വരും, എന്നാൽ ദരിദ്രരാകും. അവർ സ്വയത്തെ സ്വർഗത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ബുദ്ധിയിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, എല്ലാം തന്നെ മറക്കൂ. കാലിയായ യാചകനാകൂ. ഇന്നത്തെ കാലത്താണെങ്കിൽ കിലോഗ്രാം, കിലോമീറ്റർ തുടങ്ങി എന്തെന്തെല്ലാമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർ അവരുടെ ഭാഷ നടപ്പാക്കുന്നു. വിദേശികളെ അനുകരിക്കുന്നു. സ്വയം ബുദ്ധിയൊന്നുമില്ല. തമോ പ്രധാനമാണ്. അമേരിക്ക തുടങ്ങിയയിടങ്ങളിൽ വിനാശത്തിന്റെ സാമഗ്രികൾ നോക്കൂ. എത്ര ധനമാണ് ഉപയോഗിക്കുന്നത്. വിമാനത്തിൽ നിന്ന് ബോംബുകൾ മുതലായവ ഇടുന്നു. തീ പിടിക്കണം. കുട്ടികൾക്കറിയാം, ബാബ വരുന്നത് തന്നെ വിനാശവും സ്ഥാപനയും ചെയ്യിക്കാനാണ്. നിങ്ങളിലും മനസ്സിലാക്കി കൊടുക്കുന്ന എല്ലാവരും നമ്പർ വൈസ് ആണ്. എല്ലാവരും ഒരുപോലെ നിശ്ചയബുദ്ധിയല്ല. ഏതുപോലെയാണോ ബാബ ചെയ്തത്, ബാബയെ പിന്തുടരണം. പഴയ ലോകത്തിൽ ഈ നയാ പൈസ എന്ത് ചെയ്യും? ഇന്നത്തെ കാലത്ത് കടലാസിന്റെ നോട്ടും ഇറക്കിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ സ്വർണത്തിന്റെ നാണയങ്ങളായിരിക്കും. സ്വർണത്തിന്റെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നാണയത്തിന് എന്ത് വിലയായിരിക്കും?
എല്ലാം ഫ്രീയായി ലഭിക്കുന്നത് പോലെ ആയിരിക്കും. സതോ പ്രധാന ഭൂമിയല്ലേ? ഇപ്പോഴാണെങ്കിൽ പഴയതായി. അതാണ് സതോ പ്രധാന പുതിയ ലോകം. തീർത്തും പുതിയ ഭൂമിയാണ്. നിങ്ങൾ സൂക്ഷ്മവതനത്തിൽ പോകുമ്പോൾ പഴച്ചാറെല്ലാം കുടിക്കുന്നു. എന്നാൽ അവിടെ മരമൊന്നും തന്നെയില്ല. മൂലവതനത്തിലുമില്ല. എപ്പോഴാണോ നിങ്ങൾ വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നു. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കൂ, സൂക്ഷ്മവതനത്തിൽ മരം ഉണ്ടായിരിക്കില്ല. വൃക്ഷം ഭൂമിയിലാണ് ഉണ്ടായിരിക്കുക, അല്ലാതെ ആകാശത്തിലല്ല. പേര് ബ്രഹ്മമഹത്തത്വം എന്നാണ്, എന്നാൽ ആകാശമാണ്. ഏതുപോലെയാണോ നക്ഷത്രങ്ങൾ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അതുപോലെയാണ് നിങ്ങൾ ചെറിയ ചെറിയ ആത്മാക്കളും സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രങ്ങൾ കാണാൻ വലുതായിരിക്കും. ഇങ്ങനെയല്ല, മൂലവതനത്തിൽ ചില വലിയ വലിയ ആത്മാക്കളും ഉണ്ടായിരിക്കും എന്ന്. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. വിചാരസാഗര മന്ഥനം ചെയ്യണം. ആത്മാക്കളും മുകളിലാണ് നിവസിക്കുന്നത്. ചെറിയ ബിന്ദുവാണ്. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ധാരണ ചെയ്യണം. അപ്പോഴേ ആരെയെങ്കിലും ധാരണ ചെയ്യിക്കാൻ സാധിക്കൂ. ടീച്ചർ തീർച്ചയായും സ്വയം അറിയുന്നുണ്ടായിരിക്കും. അപ്പോഴല്ലേ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. അല്ലാത്ത ടീച്ചർ വളരെ മോശമാണ്. എന്നാൽ ഇവിടെ ടീച്ചർമാരും നമ്പർ വൈസാണ്. നിങ്ങൾ കുട്ടികൾക്ക് വൈകുണ്ഠത്തെയും മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ വൈകുണ്ഠം കണ്ടിട്ടില്ല എന്നല്ല, വളരെ കുട്ടികൾ സാക്ഷാത്കാരം ചെയ്തിട്ടുണ്ട്. അവിടെ സ്വയംവരം എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് ഭാഷ, എല്ലാം കണ്ടിട്ടുണ്ട്. അന്തിമത്തിലും നിങ്ങൾ സാക്ഷാത്കാരം ചെയ്യും. അതും ആരാണോ യോഗയുക്തമായിട്ടുള്ളത്. ബാക്കി ആർക്കാണോ തന്റെ മിത്ര സംബന്ധികളെയും ധനവും സമ്പത്തും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്, അവർ എന്ത് കാണും? സത്യമായ യോഗി മാത്രമാണ് അന്തിമം വരെ ഇരിക്കുക. അവരെ കണ്ട് ബാബയും സന്തോഷിക്കും. പൂക്കളുടെ തന്നെ പൂന്തോട്ടമാണ് ഉണ്ടാക്കുന്നത്. വളരെയധികം പേർ 10-15 വർഷം ജീവിച്ചിട്ടു പോലും വിട്ടുപോകുന്നുണ്ട്. അവരെയാണ് പറയുന്നത് എരിക്കിൻ പൂവ് എന്ന്. വളരെ നല്ല നല്ല കുട്ടികൾ മമ്മയ്ക്കും ബാബയ്ക്കും പോലും നിർദ്ദേശം കൊടുത്തിരുന്നത്, ഡ്രിൽ ചെയ്യിച്ചിരുന്നത്, അവർ ഇന്നില്ല. ഇത് കുട്ടികൾക്കും അറിയാം, ബാബയ്ക്കും അറിയാം. മായ വളരെ ശക്തിശാലിയാണ്. ഇതാണ് മായയോടൊപ്പമുള്ള ഗുപ്ത യുദ്ധം, ഗുപ്തമായ കൊടുങ്കാറ്റ്. ബാബ പറയുന്നു, മായ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് ജയപരാജയത്തിന്റെ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രാമയാണ്. നിങ്ങളുടേത് ഒരു ആയുധധാരിയോടുമുള്ള യുദ്ധമല്ല. ഇത് ഭാരതത്തിന്റെ പ്രസിദ്ധമായ പ്രാചീന യോഗമാണ്. ഈ യോഗബലത്തിലൂടെയാണ് നിങ്ങൾ ഇങ്ങനെ ആകുന്നത്. ബാഹുബലത്തിലൂടെ ആർക്കും വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നേടാൻ സാധിക്കില്ല. കളിയും അത്ഭുതകരമാണ്. കഥയുണ്ട്, 2 പൂച്ചകൾ വെണ്ണയ്ക്ക് വേണ്ടി വഴക്കിട്ടു. സെക്കൻഡിൽ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി എന്നതും പറയുന്നുണ്ട്. കുട്ടികൾ സാക്ഷാത്കാരവും ചെയ്യുന്നുണ്ട്. പറയാറുണ്ട്, കൃഷ്ണന്റെ വായിൽ വെണ്ണയുണ്ട് എന്ന്. വാസ്തവത്തിൽ കൃഷ്ണന്റെ വായിൽ പുതിയ ലോകമാണ് കാണിക്കുന്നത്. യോഗബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ ചക്രവർത്തി പദവിയാകുന്ന വെണ്ണ നേടുന്നു. രാജ്യത്തിനു വേണ്ടി എത്ര യുദ്ധമാണ് ഉണ്ടാകുന്നത്, എത്ര പേരാണ് യുദ്ധത്തിലൂടെ ഇല്ലാതാകുന്നത്. ഈ പഴയ ലോകത്തിന്റെ കണക്കുകൾ സമാപ്തമാകണം. ഈ പഴയ ലോകത്തിന്റെ ഒരു വസ്തുവും ഉണ്ടായിരിക്കില്ല. ബാബയുടെ ശ്രീമതമാണ്, കുട്ടികളെ ആസുരീയമായത് കേൾക്കരുത്, ആസുരീയമായത് കാണരുത്. അവർ കുരങ്ങിന്റെ ചിത്രമുണ്ടാക്കിയിട്ടുണ്ട്.
ഇന്നത്തെ കാലത്ത് മനുഷ്യന്റേതും ഉണ്ടാക്കുന്നുണ്ട്. മുൻപെല്ലാം ചൈനയിൽ നിന്നായിരുന്നു ആനക്കൊമ്പുകൊണ്ടുള്ള സാധനങ്ങളെല്ലാം വന്നിരുന്നത്. വളകളും സ്ഫടികത്തിന്റേതായിരുന്നു അണിഞ്ഞിരുന്നത്. ഇവിടെയാണെങ്കിൽ ആഭരണങ്ങളെല്ലാം അണിയാൻ വേണ്ടി മൂക്കും കാതുമെല്ലാം മുറിക്കുന്നു. നിങ്ങൾ കുട്ടികളെല്ലാവരും സ്വച്ഛമാകുന്നു. അവിടെ സ്വാഭാവിക സൗന്ദര്യമുണ്ടായിരിക്കും. ഒരു വസ്തുവും അണിയേണ്ട ആവശ്യമില്ല. ഇവിടെയാണെങ്കിൽ ശരീരം തന്നെ തമോപ്രധാന തത്വങ്ങളാലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് രോഗങ്ങൾ മുതലായവ ഉണ്ടാകുന്നു. അവിടെ ഈ കാര്യങ്ങൾ ഉണ്ടാകുകയില്ല. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന് വളരെ സന്തോഷമുണ്ട്. അതായത് നമ്മളെ പരിധിയില്ലാത്ത അച്ഛൻ പഠിപ്പിച്ച് നരനിൽ നിന്ന് നാരായണൻ അഥവാ അമരപുരിയുടെ അധികാരി ആക്കുന്നു. അതുകൊണ്ടാണ് മഹിമയുള്ളത്. അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഗോപികമാരോട് ചോദിക്കൂ. ഭക്തർ ഈ കാര്യങ്ങൾ അറിയുന്നില്ല. നിങ്ങളിൽ പോലും സന്തോഷത്തോടെ ഈ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള വളരെ കുറച്ചു കുട്ടികളാണ് ഉള്ളത്. അബലകളുടെ മേൽ എത്ര അത്യാചാരമാണ് ഉണ്ടാകുന്നത്. ദ്രൗപദിയെക്കുറിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ്രൗപദി എന്തുകൊണ്ടാണ് വിളിച്ചത്? ഇത് മനുഷ്യർക്കറിയില്ല. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ദ്രൗപദിമാരാണ്. ഇങ്ങനെയല്ല, സ്ത്രീ എന്നും സ്ത്രീയായി തന്നെ ഇരിക്കും. 2 പ്രാവശ്യം സ്ത്രീയാകാൻ സാധിക്കും, കൂടുതലില്ല. മാതാക്കൾ വിളിക്കുന്നുണ്ട്, ബാബ രക്ഷിക്കൂ, ഞങ്ങളെ ദുശാസനൻ വികാരത്തിനു വേണ്ടി ബുദ്ധിമുട്ടിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് വേശ്യാലയം. സ്വർഗത്തെ പറയുന്നത് ശിവാലയം എന്നാണ്. വേശ്യാലയം രാവണന്റെ സ്ഥാപനയാണ്. ശിവാലയം ശിവബാബയുടെ സ്ഥാപനയാണ്. നിങ്ങൾക്ക് ജ്ഞാനവും നൽകുന്നു. ബാബയെ ജ്ഞാനസാഗരൻ എന്നും പറയുന്നു. ജ്ഞാനസാഗരൻ എന്നാൽ എല്ലാവരുടെയും മനസ്സിനെ അറിയുന്നവൻ എന്നല്ല. ഇതിലൂടെ എന്ത് പ്രയോജനമാണ് ഉള്ളത്? ബാബ പറയുന്നു, സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം എനിക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ഞാൻ തന്നെയാണ് നിങ്ങളെ ഇരുന്ന് പഠിപ്പിക്കുന്നത്. ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബയാണ്. അവിടെയുള്ളത് ഭക്തിയുടെ പ്രാലബ്ധമാണ്. സത്യത്രേതായുഗത്തിൽ ഭക്തി ഇല്ല. പഠിത്തത്തിലൂടെ തന്നെയാണ് രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് മുതലായവരെ നോക്കൂ, എത്ര മന്ത്രിമാരാണ്. ഉപദേശം നൽകുന്നതിന് വേണ്ടിയാണ് മന്ത്രിയെ വെക്കുന്നത്. സത്യയുഗത്തിൽ മന്ത്രിയെ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബാബ നിങ്ങളെ ബുദ്ധിവാനാക്കുന്നു. ഈ ലക്ഷ്മി നാരായണനെ നോക്കൂ, എത്ര ബുദ്ധിവാന്മാരായിരുന്നു. പരിധിയില്ലാത്ത ചക്രവർത്തി പദവി ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. ശിവജയന്തി ബാബയുടേതാണ് ആഘോഷിക്കുന്നത്. തീർച്ചയായും ശിവബാബ ഭാരതത്തിൽ വന്ന് വിശ്വത്തിന്റെ അധികാരിയാക്കി പോയിട്ടുണ്ട്. 1,00,000 വർഷങ്ങളുടെ കാര്യമല്ല, ഇന്നലത്തെ കാര്യമാണ്. ശരി, കൂടുതൽ എന്ത് കേൾപ്പിക്കും? ബാബ പറയുന്നു, മന്മന ഭവ. വാസ്തവത്തിൽ ഈ പഠിത്തം സൂചനയുടേതാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയുടെ പൂർണ്ണ സഹായി ആകുന്നതിനു വേണ്ടി ബുദ്ധിവാനും വിവേകശാലിയുമാകണം. ഉള്ളിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത്. 2. സ്ഥാപനയുടെയും വിനാശത്തിന്റെയും കർത്തവ്യം കണ്ടുകൊണ്ട്
പൂർണമായും നിശ്ചയബുദ്ധിയായി ബാബയെ ഫോളോ ചെയ്യണം. പഴയ ലോകത്തിന്റെ നയാ പൈസയിൽ നിന്ന് ബുദ്ധി വേർപെടുത്തി പൂർണമായും യാചകനാകണം. ബന്ധുമിത്രാദികൾ, ധനം, സമ്പത്ത് മുതലായ എല്ലാം മറക്കണം. വരദാനം: സംഘടനയിലിരുന്നു കൊണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ബുദ്ധിയുടെ ആശ്രയം ഒരു ബാബയിൽ വയ്ക്കുന്ന കർമ്മയോഗിയായി ഭവിക്കട്ടെ. ചില കുട്ടികൾ സംഘടനയിൽ സ്നേഹിയായി ഇരിക്കുന്നതിനു പകരം വേറിട്ടിരിക്കുന്നു. എവിടെയും പോയി കുടുങ്ങരുത്, ഇതിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുന്നതാണ് നല്ലത് എന്ന് ഭയപ്പെടുന്നു. പക്ഷേ അങ്ങനെയല്ല. 21 ജന്മം പരിവാരത്തിലിരിക്കണം. അഥവാ പേടിച്ച് ദൂരെ മാറിയിരുന്നാൽ ഇതും കർമ്മസന്യാസിയുടെ സംസ്കാരമാകും. കർമ്മയോഗിയാകണം, കർമ്മസന്യാസിയല്ല. സംഘടനയിലിരിക്കൂ, എല്ലാവരുടെയും പ്രിയപ്പെട്ടവരാകൂ. പക്ഷെ ബുദ്ധിയുടെ ആശ്രയം ഒരു ബാബ ആയിരിക്കണം. രണ്ടാമതാരും ഉണ്ടാകരുത്. ബുദ്ധിയെ ഏതെങ്കിലും ആത്മാവിനോടൊപ്പം ഏതെങ്കിലും ഗുണത്തിലോ വിശേഷതകളിലോ ആകർഷിതമാക്കരുത്. അപ്പോൾ പറയും കർമ്മയോഗി, പവിത്ര ആത്മാവ്. സ്ലോഗൻ: ബാബ്ദാദയുടെ വലം കൈയാകൂ, ഇടം കൈ അല്ല. ഓം ശാന്തി.